മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 74-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് പ്രസിദ്ധമായ വലിയ നോമ്പിലെ 4-ാം ഞായറാഴ്ച. ക്നാനൈത്തോ ഞായർ എന്ന പേരിലാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത്. കർത്താവായ യേശു കാനാൻകാരിയുടെ മകളെ സൗഖ്യമാക്കിയ സംഭവമാണ് ഇന്ന് സഭ പരിചിന്തനത്തിനായിട്ട് എടുക്കുന്നത്. നോമ്പിലെ കഴിഞ്ഞ 3 ഞായറാഴ്ചകളിൽ യേശു തമ്പുരാൻ പ്രവർത്തിച്ച കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവവും, അതുപോലെ കുഷ്ഠരോഗിയായ മനുഷ്യന് സൗഖ്യം നൽകിയ സംഭവവും, തളർവാദ രോഗിയായ മനുഷ്യനെ തൻ്റെ സുഹൃത്തുക്കൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവന് സൗഖ്യം നൽകിയ സംഭവവും നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ മകളെ സൗഖ്യം നൽകി യേശു തമ്പുരാൻ അനുഗ്രഹിക്കുന്നതായിട്ട്, രോഗവിമുക്തയാക്കുന്നതായിട്ട് കാണുകയാണ്. ഈ സംഭവങ്ങളിലെല്ലാം വിശ്വാസം എന്നുള്ള സഭയുടെ ഒരു അടിസ്ഥാന ചിന്ത എടുത്തു കാണിക്കുന്നതിനും ദൈവത്തിലുള്ള മനുഷ്യരുടെ വിവിധ തലങ്ങളിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെ യേശു അംഗീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്നതായ ദൈവാനുഗ്രഹവും കൃപയും വർഷിക്കുന്നതായിട്ടും നാം മനസ്സിലാക്കുകയാണ്. ഇന്നത്തെ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗമാണ്. അതിൻ്റെ പാരലായിട്ട്, അതിന് തത്തുല്യമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വചനഭാഗത്ത് ഈ സംഭവം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ വേദഭാഗമായ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനഭാഗം ശ്രവിച്ചുകൊണ്ട് ഇതിൻ്റെ വചന വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യം ഉള്ളവളായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള ഈ വചനഭാഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ആയി ഇതിൽ തൊട്ട് പിന്നിലുള്ള വേദഭാഗത്തെ നാം കാണേണ്ടിയിരിക്കുന്നു. അവിടെ കർത്താവായ യേശു പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു തർക്കം, 15-ാം അധ്യായം പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കവും ദൈവ പാരമ്പര്യങ്ങളുടെ പേരിൽ ദൈവപ്രമാണം ലംഘിക്കുന്നതിനെ യേശു അപലപിക്കുന്നതായിട്ടുമാണ് നാം കാണുക. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ മകൾക്ക് യേശു തമ്പുരാൻ സൗഖ്യം നൽകുന്നത്, അല്ലെങ്കിൽ അവളെ പിശാച് ബാധയിൽ നിന്നും ഒഴിവാക്കുന്നത്. ഇന്നത്തെ വേദഭാഗത്തു കൂടി നാം കടന്നു പോകുമ്പോൾ ഇപ്രകാരം നാം വായിക്കുന്നു, യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. യേശുവിൻ്റെ ഈ അത്ഭുത പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലം ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളാണ്. പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന 2 പട്ടണങ്ങളാണ് ടൈറും സീദോനും.
തെക്കൻ ഫിനീഷ്യയിലാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇസ്രായേൽക്കാരുടെ അവകാശത്തിൽപ്പെട്ട ഒരു സ്ഥലമായിരുന്നില്ല. വിജാതിയരുടെ പ്രദേശം എന്ന പേരിലാണ് ടൈറും സീദോനും അറിയപ്പെട്ടിരുന്നത്. അവിടെ യേശുവിന്റെ വചനത്തിന് അവർ കാതോർത്തിരുന്ന ഒരു സമൂഹമാണ്. അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുള്ള രണ്ട് കൊച്ചു പട്ടണങ്ങളാണിവ. യേശുവിന്റെ പ്രവർത്തനങ്ങൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ രണ്ട് പ്രദേശങ്ങളിലും ഉള്ളത്, ടൈറും സീദോനും. അവിടെ വിജാതീയര ആണെങ്കിൽ പോലും യേശുവിന്റെ വചനത്തോട് അനുകൂലമായ പ്രതികരണം നൽകിയിരുന്ന വ്യക്തികൾ. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്, പ്രദേശത്താണ് യേശു തന്റെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് എത്തുന്നത്. അവിടെ യേശു ആയിരുന്നപ്പോൾ, തന്റെ ശിഷ്യന്മാരോടൊപ്പമായിരുന്നപ്പോൾ അവിടെ കാനാൻകാരി ആയ ഒരു സ്ത്രീ ആ പ്രദേശത്തു നിന്നും വന്ന് യേശുവിനോട് കരഞ്ഞപേക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുക. കൊറാസിനെയും ബെത്സയിദയെയും യേശു ശാസിക്കുമ്പോൾ ടയറിനെയും സീദോനെയും അവിടുന്ന് പ്രശംസിക്കുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനത്തിലും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനങ്ങളിലും നാം കാണുന്നുണ്ട്. കൊറാസിനെയും ബെത്സയിദയെയും യേശു ശാസിക്കുന്നു, അതേസമയം ടയറിനെയും സീദോനെയും പ്രശംസിക്കുന്നു. കാരണം യേശുവിന്റെ വചനത്തോട്, പ്രഘോഷണങ്ങളോട്, യേശുവിന്റെ പ്രവർത്തനങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ആ പ്രദേശത്തു നിന്നുമാണ് മകളുടെ രോഗശാന്തി അപേക്ഷിച്ച് ഒരു കാനാൻകാരി യേശുവിനെ സമീപിക്കുന്നത്. രക്ഷയുടെ സാർവത്രികതയാണ് യേശുവിന്റെ ഈ പ്രദേശത്തുള്ള സുവിശേഷ പ്രഘോഷണത്തിന്റെ പശ്ചാത്തലം. യേശു ഈ സർവ്വലോകത്തിലെയും സർവ്വ മനുഷ്യർക്കും രക്ഷകനായി വന്നു എന്നതിന്റെ ഒരു വലിയ തെളിവാണ് വിജാതീയരായ മനുഷ്യർ താമസിച്ചിരുന്ന ഈ പ്രദേശത്ത് യേശു തന്റെ സുവിശേഷ പ്രഘോഷണം നടത്തി എന്നുള്ളത്. ആ പ്രദേശത്ത് നിന്നുള്ള യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകമായ യേശുവിന്റെ അടുക്കിലേക്കുള്ള കടന്നുവരവ് ഇവിടെ സുവിശേഷകൻ എടുത്ത് പറയുകയാണ്. യേശുവിന്റെ ആഗ്രഹ സഫലീകരണമാണ് അവനെ ഈ പ്രദേശത്ത് എത്തിച്ചത്. ആരാണ് ഈ കാനാൻകാരി? കാനാൻകാരി എന്ന് പറയുന്ന സ്ത്രീ ഒരു വിജാതീയ സ്ത്രീയാണ്. യഹൂദ പാരമ്പര്യങ്ങളിൽ വളർന്ന വ്യക്തിയല്ല. അവൾക്കും യേശുവിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വന്ന് അവൾ ഇപ്രകാരം തന്റെ ഒരു വലിയ ആവശ്യം ഉണർത്തിക്കുന്നത്. യഹൂദരാൽ പരിഹസിക്കപ്പെട്ട വർഗത്തിലെ സ്ത്രീയായിരുന്നു കാനാൻകാരി. പദവിയും പണവും ഇല്ലാത്തവര്, വിജാതീയര്, വിലയ്ക്ക് വലിയവരുടെ ഒപ്പം സ്ഥാനമില്ലാത്തവരായി കാനാൻകാര് പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ മനുഷ്യാവതാരം ലോക രക്ഷ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ വിജാതീയർക്കും അത് കരഗതമാകണമെന്നുള്ളത് യേശുവിന്റെ പ്രത്യേകമായ പ്രവർത്തനത്തിന്റെ ലക്ഷ്യമാണ്. യേശു വഴിയുണ്ടാവുന്ന രക്ഷ അത് കേവലം യേശുവിനെ അനുധാവനം ചെയ്തിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് മാത്രം ഉള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിൽ പോലും പറയുന്നത്, ഇതാ സർവ്വജനതയ്ക്കും സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു. യേശുവിന്റെ തിരുജനനം ഒരിക്കലും ഒരു പ്രത്യേകമായ മനുഷ്യവിഭാഗത്തിന് വേണ്ടി ആയിരുന്നില്ല. ഈ സത്യം പ്രഖ്യാപിക്കുവാനാണ് സുവിശേഷകൻ ഒരു കാനാൻകാരിയെ യേശുവിന്റെ അടുക്കൽ എത്തിക്കുന്ന സംഭവമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരിക. അവളുടെ അപേക്ഷയിൽ ഒരു പ്രത്യേകത നാം കാണുന്നുണ്ട്. അവൾ ഒരു യേശുവിൽ ദാവീദിന്റെ പുത്രനായി യേശുവിനെ അംഗീകരിക്കുന്നു. അവളുടെ സംബോധന ഇപ്രകാരമാണ്: ദാവീദിന്റെ പുത്ര, കർത്താവേ എന്നിൽ കനിയണമേ. ദ ലോർഡ്, കർത്താവ് എന്നുള്ള ഒരു നാമം യേശുവിന് ലഭ്യമാകുന്നത് ഉദ്ധിതനായ യേശുവിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാണ്. ദാവീദിന്റെ പുത്രനായി യേശുവിനെ അംഗീകരിക്കുമ്പോൾ അതൊരു മെസ്സിയാനിക സംജ്ഞയായിട്ട് സുവിശേഷകന്മാർ അത് ഇവിടെ എഴുതി ചേർക്കുകയാണ്. ബൈബിൾ വിജ്ഞാനത്തിൽ ഒരു മെസ്സിയാനിക വാക്കായിട്ട് ഈ ദാവീദിന്റെ പുത്രൻ എന്നുള്ള അവളുടെ സംബോധനയെ പ്രത്യേകമായിട്ട് നാം കാണുന്നു. യേശുവിനെ കർത്താവും രക്ഷകനുമായി കണ്ടുകൊണ്ടുള്ള ഒരു സംബോധനയാണ് കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നുള്ളത്.
എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആരാധനക്രമമനുസരിച്ച് നാം ആവർത്തിച്ച് ചെല്ലുന്ന ക്രിയയിലായിസോൻ, കർത്താവേ ലോർഡ് ഹാവ് മേഴ്സി ഓൺ മീ, കർത്താവേ എന്നോട് കനിവായിരിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ വിജാതീയരും സന്നദ്ധരാണെന്ന് ഈ സംബോധന വ്യക്തമാക്കുകയാണ്. യഹൂദർ മിശിഹായെ നിരസിച്ചിരുന്നുവെങ്കിലും വിജാതീയർ അവനെ ഉൾക്കൊള്ളുവാൻ സന്നദ്ധരായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കാനാൻകാരിയായ സ്ത്രീയുടെ യേശുവിന്റെ അടുക്കിലേക്കുള്ള വരവും യേശുവിനെ സംബോധന ചെയ്തുകൊണ്ട് കർത്താവെന്നും ദാവീദിന്റെ പുത്രൻ എന്നും ഉള്ള വിളിയും. ഇപ്രകാരം യേശുവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന അവളുടെ ആവശ്യം ഉണർത്തുകയാണ്. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എക്സോർസിസം അല്ലെങ്കിൽ പൈശാചിക ബാധ ഒഴിവാക്കുക എന്നുള്ളത് യേശുവിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ, യേശുവിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. രോഗശാന്തി നൽകുന്നു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, അതുപോലെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പ്രസംഗിക്കുന്നു. ഇതെല്ലാമായിരുന്നു യേശുവിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ അന്തസത്ത. ഇപ്രകാരം പിശാചുകളെ ബഹിഷ്കരിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ മുമ്പിൽ ഈ കാനാൻകാരി സ്ത്രീ വന്ന് പറയുകയാണ്, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ യേശു അതിനോട് പ്രതികരിക്കുന്നില്ല. യേശു ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല എന്ന് സുവിശേഷകൻ പ്രത്യേകമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. യേശു മൗനം പാലിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? യേശു ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ അവന്റെ ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും. അവളെ വെറും കൈയോടെ പറഞ്ഞയക്കണമെന്നല്ല അവർ ഉദ്ദേശിച്ചത്. യേശുവിൽ തന്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം കരുണയുടെ വലിയ സന്ദേശം കൊടുക്കുന്ന, അനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്റെ പിന്നാലെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മകൾക്ക് അനുകൂലമായ ഒരു മറുപടി കൊടുത്ത് അവളെ അയക്കണമേ എന്നാണ് ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ ഉണർത്തിക്കുന്നത്. ഹെറോദസിന്റെ മുമ്പിലും പീലാത്തോസിന്റെ മുമ്പിലും മൗനം പാലിക്കുന്ന യേശുവിനെ നാം പിന്നീട് കാണുന്നുണ്ട്. ധനികനായ യുവാവിനെ യേശു നിശബ്ദനായി നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. അവനിൽ വ്യത്യാസം വരുത്തുവാനായിട്ട് അവന്റെ ഒറ്റ നോട്ടം കൊണ്ട് യേശുവിന് സാധിച്ചു. തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു തിരിഞ്ഞു നോക്കുകയാണ്. യേശു അവനോടൊന്നും പറയാതെ തിരിഞ്ഞു നോക്കുന്നു തള്ളിപ്പറയുന്ന പത്രോസിന്റെ നേരെ. യേശുവിന്റെ മൗനം വാചാലമാകുന്ന ഏതാനും ചില സംഭവങ്ങളാണ് നാം ഇവിടെ കണ്ടത്. മൗനം വാചാലമായ നിമിഷങ്ങളാണ് യേശുവിന്റെ ജീവിതത്തില്. ഇവിടെ കാനാൻകാരിയായ സ്ത്രീ തന്റെ ആവശ്യം ഉണർത്തിക്കുമ്പോൾ ഒന്നും മറുപടി പറയാതെ മൗനമായിരുന്നുകൊണ്ട് യേശു അതിനോട് പ്രത്യുത്തരിക്കുന്നു. നിത്യത്വത്തോളം ആഴമുള്ളതാണ് നിശബ്ദത എന്ന് ആംഗലേയ സാഹിത്യകാരനായ കാർലൈൻ തന്റെ എസ്സേ ഓൺ സർ വാൾട്ടർ സ്കോട്ട് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിത്യത്വത്തോളം ആഴമുള്ളതാണ് അവിടുത്തെ നിശബ്ദത എന്ന്. ശിഷ്യന്മാര് യേശുവിനോട് മധ്യസ്ഥം യാചിക്കുന്നത് അവളെ അനുകൂലമായ മറുപടി കൊടുത്ത് അനുഗ്രഹിച്ച് അയക്കണമെന്നാണ്. യേശുവിനെ അവളെ സഹായിക്കാൻ കഴിയും എന്ന ശിഷ്യന്മാരുടെ വിശ്വാസമാണ് ഇവിടെ പ്രകടമാകുന്നത്. നിരന്തരം പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നൊരു അനുഭവമാണ് അവൾ വീണ്ടും അവന്റെ പിന്നാലെ വന്ന് കരഞ്ഞു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. ശിഷ്യന്മാര് കാണുന്നു ഈ സ്ത്രീ വീണ്ടും വീണ്ടും യേശുവിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് അവനെ നിർബന്ധിക്കുന്നതായിട്ട്. അപ്പോൾ നാം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5 മുതലുള്ള തിരുവചനത്തിൽ യേശു തമ്പുരാൻ പ്രാർത്ഥനയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. നാം ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് പറയുവാനായിട്ടൊരു സംഭവം യേശു അവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ അടുക്കൽ ചെന്ന് രാത്രിയില് തനിക്ക് വിരുന്നുകാരുണ്ട് 3 അപ്പം തരണമെന്ന് അപേക്ഷിക്കുമ്പോൾ ആ വ്യക്തി, തന്റെ സ്നേഹിതനായ വ്യക്തി തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ കിടന്നു കഴിഞ്ഞു, എന്റെ കഥ കടച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം കിടക്കയിലാണ്, അതുകൊണ്ട് എന്നെ ശല്യം ചെയ്യരുത്. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവന് എഴുന്നേറ്റ് അവന് അപ്പം കൊടുക്കുന്നതായിട്ട് കാണുന്നു. അവിടെ യേശു പറയുന്നുണ്ട്, അവന് സ്നേഹിതൻ എന്ന രീതിയിൽ അവനോട് പ്രതികരിക്കാൻ അവൻ വ്യൂഹത കാണിച്ചുവെങ്കിലും അവന്റെ നിർബന്ധം മൂലം എഴുന്നേറ്റ്
അവന് വേണ്ടുന്നത് കൊടുത്തു എന്ന്. ഇപ്രകാരമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന മറുപടി. ചോദിക്കുവീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറന്നു കിട്ടും എന്നുള്ള യേശുവിന്റെ തിരുവചനത്തിന്റെ ആമുഖമായിട്ട് പറയുന്ന ഈ സംഭവം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നുള്ള വലിയ പ്രത്യാശ തരുന്ന വചനങ്ങളാണ്. ഇവിടെ ഈ സ്ത്രീ യേശുവിന്റെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ യേശു ശിഷ്യന്മാർ ഇപ്രകാരം പറയുമ്പോൾ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. യേശു മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇത് യേശുവിന്റെ കാലഘട്ടത്തിൽ ഈ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്. യേശു വന്നിരിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ രക്ഷകനായിട്ടാണ്. ഒരു സമൂഹത്തിന്റെ മാത്രം രക്ഷയ്ക്ക് വേണ്ടി അവർ നോക്കി പാർത്തിരുന്ന രക്ഷകനാണ് യേശു എന്നുള്ള ചിന്ത ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ മാനിച്ചുകൊണ്ട് യേശു പറയുകയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ യേശുവിനെ പ്രണമിക്കുന്നു. ഇത് കേട്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീഴുന്നു. യേശുവിനോട് പറയുകയാണ്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് വീണ്ടും പറയുന്നു. യേശുവിന്റെ വാക്കുകൾക്ക്, യേശു പറയുന്ന ഈ വചനം കേട്ടിട്ട് പിന്തിരിയാതെ യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം ഇവിടെ വ്യക്തമാണ്. യേശു വീണ്ടും പറയുകയാണ് അവളോട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. നാം ശ്രോതാക്കളായ നമുക്ക് യേശുവിന്റെ ഈ വചനം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ദൈവപുത്രനായ മിശിഹ തന്റെ അടുക്കൽ ദൈവികമായ നൽവരങ്ങൾക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന വ്യക്തിയോട് ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. അവൾ മറുപടി പറയുകയാണ്, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ആ സ്ത്രീയുടെ മറുപടി ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരം അവളെ സംബോധന ചെയ്യുന്നത്? ദൈവജനത്തിനു വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകള് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ യേശു ഉപയോഗിക്കുന്ന വാക്ക്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്ന ഉചിതമല്ല. അവളെ തരം താഴ്ത്തി കാണുകയാണ് എന്ന് നമുക്ക് തോന്നും. എന്താണ് അതിന്റെ കാരണം? അവരുടെ യേശുവിന്റെ കാലത്ത് വിജാതീയരെയും നിയമമില്ലാതെ ജീവിക്കുന്നവരെയും എല്ലാം നായ്ക്കളോട് തുലനം ചെയ്യുന്ന റബ്ബിമാരെ കണ്ടിട്ടുണ്ട്. ആ റബ്ബിമാരുടെ മനോഭാവത്തെ യേശു പരാമർശിക്കുകയാണ് ഇവിടെ. അവരെ നായ്ക്കൾക്ക് തുല്യം കണക്കാക്കുമ്പോൾ യേശു പറയുകയാണ്, മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. പക്ഷെ അവൾ വിട്ടുമാറുന്നില്ല. അവൾ അതിന് ഒത്ത മറുപടി കൊടുക്കുകയാണ്, അതേ കർത്താവേ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണം തിന്നുന്നുണ്ടല്ലോ. യേശു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴം അളക്കുന്ന യേശു. നാം ഈ കണ്ട കഴിഞ്ഞ 3 ആഴ്ചകളില് വിശ്വാസത്തിന്റെ വിവിധ തലങ്ങളാണ് കണ്ടത്. പരിശുദ്ധ ദൈവമാതാവിന് തന്റെ ഏകജാതനിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുവാൻ അമ്മയെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ 2ാമത്തെ ഞായറാഴ്ച നാം കേട്ട കുഷ്ഠരോഗിയായ മനുഷ്യന് യേശു സൗഖ്യം നൽകുന്ന സംഭവം, സമൂഹം ഒറ്റപ്പെടുത്തിയെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങൾ അവനുണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് യേശുവിന്റെ അടുക്കൽ വിശ്വാസപൂർവ്വം വന്നിട്ട് പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആഴമായ വിശ്വാസമുള്ള ഒരു കുഷ്ഠരോഗി, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറയുന്ന യേശു. 3ാമത്തെ കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടത്, യേശുവിന്റെ അടുക്കലേക്ക് തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ 4 പേർ ചേർന്ന് എടുത്തുകൊണ്ടുവന്ന് വരുന്നതാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവന് സൗഖ്യം നൽകുന്നുണ്ട്. നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നാം കേട്ടു. ഇവിടെയെല്ലാം വിശ്വാസത്തിന് യേശു കൊടുക്കുന്ന പ്രത്യുത്തരമാണത്. ഈ കാനാകാരി സ്ത്രീയെ തന്റെ വിശ്വാസത്തിന്റെ വിവിധ തലങ്ങളിലൂടെ കടന്ന് ആഴങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവളോട് യേശു ആദ്യം പ്രതികരിക്കാതിരുന്നു. പിന്നീട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അവിടെയും അവൾ പിന്തിരിഞ്ഞില്ല. 3ാമത് ഏറ്റവും കഠിനമായ രീതിയിൽ യേശു പറയുകയാണ്, മക്കൾക്ക് വേണ്ടി ഇരിക്കുന്ന അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്ന ഉചിതമല്ല. അവിടെയും അവൾ വിട്ടുമാറുന്നില്ല. അതിനും ഉചിതമായ മറുപടി പറയുന്ന ആ സ്ത്രീ, അതിൽ കൂടുതൽ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ അവൾക്കറിയില്ല. അത് അംഗീകരിക്കുന്ന യേശു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ വിശ്വാസം വലുതാണ്.
വലിയ വിശ്വാസമുള്ള വ്യക്തികളെയാണ് ദൈവത്തിന് ആവശ്യം. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാകും. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. പല സ്ഥലങ്ങളിലായി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസത്തോടു കൂടി നീ പറഞ്ഞാൽ ഈ മല ഇവിടെ നിന്നും പോയി കടലിൽ പതിക്കും. അതുപോലെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പായി പറഞ്ഞു കൊടുക്കുന്ന യേശു ഈ സ്ത്രീയുടെ ആഴമായ വിശ്വാസത്തെ ശ്ലാഘിക്കുകയാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. എന്നിട്ട് യേശു കൊടുക്കുന്ന മറുപടി, നിന്റെ മകൾ രോഗവിമുക്തിയാകുന്നു, അല്ലെങ്കിൽ പിശാച് ബാധയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സ്ത്രീ എന്താഗ്രഹിച്ചാലും അവൾക്ക് നടക്കട്ടെ, സംഭവിക്കട്ടെ എന്നാണ് യേശു അവൾക്ക് കൊടുക്കുന്ന മറുപടി. ആഴമായ വിശ്വാസം ഉള്ള ഒരു സ്ത്രീക്ക് അതുപോലെ തന്നെ അവളുടെ ആഗ്രഹം അനുസരിച്ച് ദൈവത്തിന്റെ കരുണയും കൃപയും വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ ചിത്രം സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി എന്നുള്ളത്. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസികളുടെ ആഗ്രഹം എപ്പോഴും സഫലീകരിക്കപ്പെടും. ഇതാണ് നാം ഇവിടെ കാണുന്നത്. അതുപോലെ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറിയെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ ഈ നോമ്പുകാലത്ത് വിശ്വാസത്തിന് ലഭിക്കുന്ന മറുപടിയുടെ വലിയ ഒരു അനുഭവമാണ് സുവിശേഷകനിലൂടെ നാം കേൾക്കുക. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. യേശുവിന്റെ വാക്കുകൾക്ക് അപ്പോൾ തന്നെ മറുപടി കിട്ടുന്ന ഒരു അനുഭവം. തൽക്ഷണം എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ തന്നെ സംഭവിച്ചു എന്ന്. ആ തൽക്ഷണം അവൻ ശുദ്ധിയുള്ളവനായി മാറി എന്ന് പറയുന്ന വചനം. അതുപോലെ തന്നെ എന്റെ കിടക്കയും എടുത്ത് പോവുക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയി എന്ന് പറയുന്ന വചനഭാഗം. ഇവിടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി എന്ന് പറയുന്ന വേദഭാഗം. ഇവിടെ എല്ലാം ദൈവത്തിന്റെ വലിയ കരുണയ്ക്കും കൃപയ്ക്കും നാം കാത്തിരിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം, ദൈവത്തിന്റെ പദ്ധതിയിൽ ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും അനുഭവവുമാണ് വ്യക്തമാക്കുക. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ച് ഓരോ ഞായറാഴ്ചയും സഭ ചിന്തിക്കുമ്പോൾ യേശുവിനുള്ള ഉറച്ച വിശ്വാസത്തെ സഭ ആവശ്യപ്പെടുന്നു. കുരിശുമരണത്തിലേക്ക് യേശു നടക്കുമ്പോൾ അതിന് സാക്ഷികളായി മാറുവാൻ സഭ ഒന്നായി ഒരുങ്ങുമ്പോൾ യേശുവിലുള്ള വിശ്വാസത്തിൽ നാം ആഴപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവികമായ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. വിജാതീയായ ഈ സ്ത്രീ യേശുവിൽ നിരാശയാകാതെ, യേശുവിന്റെ വാക്കുകളിൽ ചഞ്ചലപ്പെടാതെ, യേശുവിൽ ഉറച്ചു വിശ്വസിച്ചത് മൂലം അവളുടെ മകൾ സൗഖ്യമുള്ളവളായി മാറി. ഈ സംഭവം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മാതൃകയായി മാറണം. നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് സ്ഥാനമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം വീട് മുട്ടിപ്പായി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ജീവിതത്തിലെ വിശ്വാസവും രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന് നാം മനസ്സിലാക്കണം. ജീവിതത്തിലെ തിക്താനുഭവങ്ങളിലും അടിപതറാതെ വിശ്വസിച്ചാൽ നാം ദൈവാനുഗ്രഹത്തിന് പാത്രീഭൂതരാകും എന്നുള്ള ചിന്ത. യേശു കഠിനമായ വാക്കുകളിലൂടെ നായ്ക്കൾക്ക് തുല്യം അവളെ ചിത്രീകരിക്കുമ്പോൾ പോലും യേശുവിനുള്ള വിശ്വാസം നമ്മൾ പിന്തിരിയാതെ, അവൾ തിരിഞ്ഞോടാതെ യേശുവിൽ ആശ്രയിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ സംഭവമാണ് ഇവിടെ നാം കാണുക. നമ്മുടെ ജീവിതത്തിലും വളരെ വ്യത്യസ്തമായ തിക്താനുഭവങ്ങളുള്ള വിശ്വാസ ജീവിതയാത്രയിൽ യേശുവിൽ ആശ്രയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വലിയ സംഭവമായിട്ട് നമുക്ക് കാണാം. മനുഷ്യരുടെ അവിശ്വസ്തയിൽ നിന്നും ദൈവം നന്മ പുറപ്പെടുവിക്കുന്നു. യഹൂദർ യേശുവിനെ നിരസിച്ചത് കൊണ്ടാണ് സുവിശേഷം വിജാതിയരുടെ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുവാനിടയായത്. അവൻ സ്വന്തമായി അവരുടെ അടുക്കിലേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ സ്വീകരിച്ചവർക്ക് ദൈവപുത്രരാകുവാനുള്ള വരം നൽകിയെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ, യേശുവിനെ സ്വീകരിക്കേണ്ട ദൈവത്തിന്റെ ജനം യേശുവിനെ നിരസിച്ചപ്പോൾ യേശു വിജാതിരിടയിൽ പോലും സ്വീകൃതനായി മാറുന്നതിന്റെ വലിയൊരു അടയാളമാണ്, ഒരു സംഭവമാണ് ഇവിടെ നാം കാണുക. കാനാൻകാരി ഇവിടെ മകൾക്ക് യേശു സൗഖ്യം നൽകുന്ന ഈ ഞായറാഴ്ച, ക്ലാനൈത്വ ഞായർ എന്ന പേരിൽ അറിയുന്ന ഞായറാഴ്ച, നമുക്ക് ഈ സംഭവം നമ്മുടെ ജീവിത വിശ്വാസയാത്രയിൽ വലിയ മാതൃകയാക്കി നമുക്ക് മാറ്റാം. നമുക്ക് കൂടുതലായി യേശുവിൽ ആശ്രയിക്കാം, യേശുവിൽ നിന്നും കരുണയും കൃപയും പ്രാപിക്കാം. അതിന് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ വിശ്വാസ ജീവിതയാത്രയെ സമ്പുഷ്ടമാകട്ടെ എന്നുള്ള വലിയ ആശംസയാണ് ഈ ഞായറാഴ്ചയിലെ ഈ വചനം ശ്രവിക്കുന്നവരോട്, ഈ വചനം ധ്യാനിക്കുന്നവരോട് പറയുവാനുള്ളത്.
നമുക്ക് ഈ ചിന്തകളോടെ ഈ പുതിയ 4-ാം ആഴ്ചയിലേക്ക് നമുക്ക് കിടക്കാം. 4-ാമത്തെ ഞായറാഴ്ച, നോമ്പിന്റെ 4-ാമത്തെ ഞായറാഴ്ച നാം ആചരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ അടുത്ത ഒരു പടവിലേക്ക്, ഇതിലേക്ക് നമുക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഞായറാഴ്ച സമ്പുഷ്ടമാക്കാൻ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.